മെഹുലും മാലിയയും ഡോക്ടർ സഞ്ജനയും കാട്ടിൽ പിക്നിക് ആഘോഷിക്കുകയായിരുന്നു. ആ സമയത്ത് മെഹുൽ തന്റെ ക്യാമറയും എടുത്ത് ഒറ്റയ്ക്ക് കാട്ടിൽ ഫോട്ടോ എടുക്കുവാനായി പോകുന്നു. കാടിന് നടുവിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നതായി കാണുന്നു. മെഹുൽ ദൂരെ നിന്ന് അയാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോയെ സൂം ചെയ്ത് നോക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ലോജിക്കൽ ആർമി, ഫോട്ടോ നോക്കിയിട്ട് മെഹുലിന് എന്തുകൊണ്ടാണ് അയാൾ മരിച്ചുവെന്ന് തോന്നിയത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യന്റെ കഴുത്തിൽ വളരെയധികം മുറിവുകളുണ്ട്. ഇതിനർത്ഥം അയാൾ മരിച്ചിരിക്കുന്നുവെന്നാണ്. എന്തെന്നാൽ അയാൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ കഴുത്തിൽ ഇത്രയും മുറിവുകൾ ഉണ്ടാകില്ലായിരുന്നു. മെഹുൽ വേഗം അയാളുടെ അടുത്തേക്ക് പോകുന്നു. അയാളുടെ ഡെഡ് ബോഡിയെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. ആ മനുഷ്യന്റെ പുറകിൽ ഒരു കത്തി തറച്ചിരിക്കുകയായിരുന്നു. ഇതിനർത്ഥം ഇയാളെ ആരോ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. മെഹുൽ പെട്ടെന്ന് ചുറ്റുപാടും നന്നായി അരിച്ചു പെറുക്കുന്നു. എന്നാൽ മെഹുലിന് തെളിവായി അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം മെഹുൽ ആ മനുഷ്യന്റെ പോക്കറ്റ് നന്നായി പരിശോധിക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു രേഖയും ലഭിക്കുന്നില്ല. ഇയാളുടെ പോക്കറ്റിൽ ഒരു രേഖയും കാണുന്നില്ല. പക്ഷേ ഇയാളെ കൊന്നത് കൊള്ളയടിക്കാനല്ല എന്നത് വ്യക്തമാണ്. ലോജിക്കൽ ആർമി, ഇയാളെ കൊന്നത് മോഷണം നടത്താനല്ല എന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യൻ ഒരു കൈയിൽ വില കൂടിയ വാച്ചണിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കൈയിൽ നോക്കൂ, എന്തുമാത്രം സ്വർണ്ണ മോതിരങ്ങളാണുള്ളത്. മോഷണത്തിനാണ് കൊന്നിരുന്നുവെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അപ്രത്യക്ഷമാകുമായിരുന്നു. ഇതിനുശേഷം മെഹുൽ നല്ല ഉച്ചത്തിൽ ഡോക്ടർ സഞ്ജനയെയും ആലിയെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നു. മെഹുലിന്റെ വിളി കേട്ടതും ആലിയ പെട്ടെന്നോടി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു. ആരോ ഈ മനുഷ്യനെ കൊന്നിരിക്കുകയാണ്. നമുക്ക് പിക്നിക് ഉപേക്ഷിച്ചിട്ട് ആദ്യം ഈ കേസിന്റെ വസ്തുതകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഞ്ജനയും അങ്ങോട്ടേക്ക് വരുന്നു. മെഹുലിന്റെ കാർ കാടിന് പുറത്ത് റോഡരികിലായി കിടക്കുകയായിരുന്നു. മെഹുലും മാലിയും ചേർന്ന് ഡെഡ് ബോഡി എടുത്ത് തങ്ങളുടെ കാറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയോടൊപ്പം പിക്നിക്കിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് നഗരത്തിലേക്ക് പുറപ്പെടുന്നു. കാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴിയിൽ 2 ദിവസമായി പട്ടിണി കിടക്കുന്ന ആക്രമണകാരിയായ സിംഹമുണ്ടായിരുന്നു. രണ്ടാമത്തെ വഴിയിൽ കൂടി ഒരു വലിയ പാമ്പ് പോവുകയായിരുന്നു. മൂന്നാമത്തെ വഴിയിൽ കുറെ മുള്ളുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആക്രമണകാരികളായ കുറുക്കന്മാരും ഇര തേടി നടക്കുന്നുണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് പോകേണ്ടത്? ചിന്തിക്കൂ. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കും. ശ്രദ്ധിച്ചു നോക്കൂ, രണ്ടാമത്തെ വഴിയിൽ കൂടി പാമ്പ് പോകുന്നുണ്ട്. അത് പക്ഷേ നേരെയാണ് പോകുന്നത്. പാമ്പ് ഒരിക്കലും നേരെ പോകില്ല. അതെപ്പോഴും വളഞ്ഞു പൊളഞ്ഞാണ് പോകുന്നത്. ഇതിനർത്ഥം ആ പാമ്പ് യഥാർത്ഥമല്ല. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ഡോക്ടർ സഞ്ജന തന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ലാബിന്റെ വാതിൽ തുറക്കുന്നു. മെഹുൽ ആ മനുഷ്യന്റെ മൃതശരീരവുമായി അകത്തേക്ക് വരുന്നു. അതിനുശേഷം ഡോക്ടർ സഞ്ജന ആ മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ഈ മനുഷ്യൻ മരിച്ചത് കത്തിക്കുത്തേറ്റല്ലെന്ന്. പക്ഷേ അയാൾക്കൊരു പ്രത്യേകതരം വിഷം നൽകിയിരുന്നുവെന്ന്. അത് നഗരത്തിലെ ലാബിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം അയാളെ വിഷം കൊടുത്താണ് കൊന്നത്. എന്നിട്ട് കൊലയാളി അയാളെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ടാകും. നമുക്ക് എല്ലാ ലാബുകളെ കുറിച്ചുള്ള വിവരങ്ങളും എടുക്കേണ്ടതുണ്ട്. മെഹുൽ നഗരത്തിലുള്ള ലാബുകളിൽ നിന്നും സാമ്പിൾ റിപ്പോർട്ട് എടുത്തിട്ട് വരുവാൻ ആലിയോട് പറയുന്നു. ഇതിൽ നിന്നും ഏത് ലാബിൽ നിന്നുമാണ് വിഷം കിട്ടിയതെന്ന് അറിയുവാനുമാകും. ആ സമയം മെഹുലിന് അവിചാരിതമായി ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ കോൾ വരുന്നു. അദ്ദേഹം മെഹുലിനോട് പറയുന്നു, താൻ ലാബിൽ ഒരു സ്പെഷ്യൽ പോയിസൺ ഉണ്ടാക്കിയിരുന്നു, എന്നാൽ അത് മോഷണം പോയിരിക്കുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കൊലപാതകി ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ലാബിൽ നിന്നാകും വിഷം മോഷ്ടിച്ചിട്ടുണ്ടാവുക. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ലോജിക്കൽ ആർമി, ഏത് വഴിയിലൂടെ പോയാലാണ് മെഹുലിന്റെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്താനാവുക? A, B, C അതോ D? നന്നായി ചിന്തിക്കൂ. ഉത്തരം B എന്ന വഴി. ദാ ഇങ്ങനെ. മെഹുൽ ബി എന്ന വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് വിഷമുണ്ടാക്കിയതെന്ന്. അതിന്റെ സഹായത്തോടെ ഏറ്റവും വലിയ വൈറസിനെ വരെ നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വിഷം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയം ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ലാബിൽ 3 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെ ആൾ പറയുന്നു, സർ, ഞാൻ ആ സമയത്ത് ലാബിൽ ലൈം വാട്ടർ ഉണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ബാത്റൂമിലേക്ക് പോയിരുന്നു. അപ്പോഴായിരിക്കും മോഷണം നടന്നിട്ടുണ്ടാവുക. രണ്ടാമൻ പറയുന്നു, ഞാൻ മുടിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, എന്റെ കയ്യിൽ കുറച്ച് മുടിയുണ്ട്. മൂന്നാമൻ പറയുന്നു, സർ, ഞാൻ രാവിലെ മുതൽ എന്റെ ജോലിയിലായിരുന്നു. ജോലി ചെയ്ത് ഞാൻ 3-4 കോഫിയും കുടിച്ചു തീർത്തു. ഇത് നോക്കൂ സാർ, എന്റെ കപ്പുകൾ. 3 പേരുടെയും സംസാരം കേട്ട ശേഷം ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലായി. പക്ഷേ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ?
ഇവിടെ ആദ്യത്തെ മനുഷ്യൻ കള്ളം പറയുകയാണ്. അയാളുടെ ലൈം വാട്ടറിനെ ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. ലൈം വാട്ടർ കുറെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ കൊത്ത് വെള്ളത്തിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുമായിരുന്നു. അതിന്റെ മുകളിൽ വെള്ളപ്പാട ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മാറ്റവും അതിനുണ്ടായിരുന്നില്ല. അയാൾ കള്ളം പറയുകയായിരുന്നു. കള്ളം പറയുവാൻ വേണ്ടി അയാൾ ഇപ്പോൾ ലൈം വാട്ടർ ഉണ്ടാക്കിയതാണ്. മെഹുൽ അയാളെ പിടികൂടുന്നു. ഇനി സത്യമായി പറയുക, നിങ്ങൾ എന്തിനാ ഭൂൽഫുല സയന്റിസ്റ്റിന്റെ വിഷം മോഷ്ടിച്ചത്? ആ സമയം അയാൾ പറയുന്നു, ഗുഡു ഭയ്യ തനിക്ക് 10,000 രൂപ തന്നിരുന്നുവെന്ന്, എന്നിട്ട് വിഷം മോഷ്ടിക്കുവാനായി പറഞ്ഞുവെന്ന്. അതുകൊണ്ടാണ് അയാൾ ആ വിഷം മോഷ്ടിച്ചു കൊടുത്തതെന്ന്. നിങ്ങൾ 10,000 രൂപയ്ക്ക് വേണ്ടി ഗുഡുവിന് വിഷം മോഷ്ടിച്ചു നൽകി. അയാൾ അത് വെച്ച് ഒരാളെ കൊന്നു. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ഗുഡുവിന്റെ അഡ്രസ് തരൂ. ആ മനുഷ്യൻ മെഹുലിന് ഗുഡുവിന്റെ അഡ്രസ് കൊടുക്കുന്നു. മെഹുൽ തന്റെ കാറിൽ ഗുഡുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. മെഹുൽ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ഗുഡു വെളിയിലേക്ക് വരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. കൊലപാതകത്തിന്റെ കാര്യം കേട്ടതും ഗുഡു മെഹുലിനെ അതിശക്തമായി തൊഴിക്കുന്നു. മെഹുൽ മുകളിലേക്ക് പൊങ്ങി ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ഇതിനോടകം ഗുഡു വാതിലടച്ച് കുറ്റിയിടുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി ഞാൻ ഇവന് ശക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മെഹുൽ വാതിൽ തുറക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വാതിലിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹുലിന് വാതിൽ തുറക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെഹുലിന്റെ മുന്നിൽ വീടിനകത്തേക്ക് പോകുവാൻ 3 വഴികളുണ്ട്. ആദ്യത്തേത് ചുവരിലുള്ള പൈപ്പ് വഴി, രണ്ടാമത്തേത് അടുത്തുള്ള ജനൽ വഴി, മൂന്നാമത്തേത് ടയറിന്റെ ഒരു കഷ്ണം വെച്ചിട്ട്. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാമോ? ചിന്തിക്കൂ. മെഹുലിന് പൈപ്പ് വഴി മുകളിലേക്ക് പോകുവാൻ കഴിയില്ല. എന്തെന്നാൽ പൈപ്പിൽ പായൽ പിടിച്ചിരിക്കുകയാണ്. അടുത്തുള്ള ജനൽ ശ്രദ്ധിച്ചു നോക്കൂ. അത് ഈ വീട്ടിലെ അല്ല, രണ്ടാമത്തെ വീട്ടിലെ ജനലാണ്. അവിടെ ഒരു പെൺകുട്ടിയെയും കാണുന്നുണ്ട്. കയറും തീരെ ചെറുതാണ്. അതുപയോഗിച്ച് മെഹുലിന് എന്താണ് ചെയ്യാനാവുക? മെഹുൽ വാതിലിൽ അതിശക്തമായി തൊഴിച്ച് തന്റെ ശക്തി തെളിയിക്കുന്നു. മെഹുൽ ഗുഡുവിനെ വീടിനകത്ത് തിരയുന്നു. എന്നാൽ ഗുഡു പുറകിലുള്ള വാതിൽ വഴി ഓടിപ്പോയിരുന്നു. മെഹുൽ പുറകുവശത്തുള്ള വാതിലിനടുത്തെത്തുന്നു. അവിടെ നിന്ന് 3 വഴികൾ പിരിയുന്നുണ്ടായിരുന്നു. ഈ 3 വഴികൾ കണ്ടിട്ട് ഏതിലൂടെയായിരിക്കും ഗുഡു ഓടിയതെന്ന് പറയാനാകുമോ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ. ആദ്യത്തെയും രണ്ടാമത്തെയും വഴികളിലൂടെയുള്ള കാൽനടയുടെ അകലം വളരെ കുറവാണ്. ഇത് നടന്നുപോയതിനെയാണ് കാണിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ കാൽനടയുടെ അകലം നോക്കൂ, വളരെ വലുതാണ്. അതിനർത്ഥം ഇത് ഓടിയതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഗുഡു എന്തായാലും നടന്നു രക്ഷപ്പെട്ട് കാണില്ല. അയാൾ എന്തായാലും ഓടിയായിരിക്കും രക്ഷപ്പെട്ട് കാണുക. അതിനർത്ഥം അയാൾ 3ാമത്തെ വഴിയിലൂടെയാണ് ഓടിയത്. ഈ വഴി നേരെ പോകുന്നത് സുൽത്താൻഗഞ്ചിലേക്കാണല്ലോ. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് ഓടുന്നു. ഓടുന്നതിനിടയിൽ ആലിയോടും സുൽത്താൻഗഞ്ചിലേക്ക് വരുവാൻ പറയുന്നു. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് എത്തുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് സുൽത്താൻഗഞ്ചിലെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയായിരുന്നു. അവിടെ ചില ചായക്കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. മെഹുൽ എല്ലായിടവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എന്നിട്ട് ഗുഡു എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോജിക്കൽ ആർമി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഗുഡു എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ചായക്കടക്കാരൻ ലെതർ ജാക്കറ്റും മഫ്ലറും അണിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചൂടിപ്പോൾ വളരെ കൂടുതലുമാണ്. ബാക്കിയുള്ളവർ അരക്കയ്യൻ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ ഗുഡുവെങ്ങാനുമാകുമോ? ഇവനെന്തിനാ ഇത്രയും ചൂടിൽ ലെതർ ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത്? തീർച്ചയായും എന്തോ ഒളിപ്പിക്കുവാനുള്ള ശ്രമമാണ്. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ മനുഷ്യൻ തന്റെ ജാക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് മെഹുലിന് നേരെ വെടിവെക്കുവാൻ തുടങ്ങി. മെഹുൽ ഡൈവ് ചെയ്ത് അടുത്തുള്ള ഡ്രമ്മിന് പുറകിൽ ഒളിക്കുന്നു. ജാക്കറ്റുകാരൻ നിർത്താതെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. മെഹുലിന്റെ മുന്നിലെ ഡ്രമ്മിൽ തുളകൾ വീഴുവാൻ തുടങ്ങുന്നു. മെഹുൽ തന്റെ തോക്കെടുക്കുന്നു. എന്നിട്ട് ആ മനുഷ്യന് നേരെ നിറയൊഴിക്കുന്നു. മെഹുലിന്റെ കയ്യിൽ തോക്ക് കാണുന്നതും ജാക്കറ്റുകാരൻ ചുവരിന് പിന്നിൽ ഒളിക്കുന്നു. പക്ഷേ ഇത്രയും ആയപ്പോഴേക്കും അവിടേക്ക് ആലിയ വരുന്നു. ആ ജാക്കറ്റുകാരന്റെ പുറകെ നിന്ന് വടി കൊണ്ട് തലക്കടിക്കുന്നു. നീ എപ്പോഴും കൃത്യസമയത്ത് തന്നെ എത്താറുണ്ട്. അതിനുശേഷം മെഹുലും ആലിയയും അയാളെ കെട്ടിയിട്ട് മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നു. നീ ആരാണ്? എനിക്ക് നേരെ എന്തിനാണ് വെടിവെച്ചത്? അയാൾ പറയുന്നു താൻ ഗുഡുവിന്റെ സഹായിയാണെന്നും ഗുഡു മെഹുലിനെ കൊല്ലുവാൻ പറഞ്ഞുവെന്നും. അതിനുശേഷം മെഹുലും ആലിയയും അയാളുടെ സഹായത്തോടെ ഗുഡുവിനെയും പിടികൂടുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.